ഇപ്പോൾ കിട്ടിയ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. പന്തീരങ്കാവ് കേസിൽ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നു. യുവതിയാണ് വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വീഡിയോ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ്. ആ വാക്കുകളിലേക്ക്. ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും തുറന്നു പറയണമെന്ന് തോന്നി. മനസ്സിലൊരു കുറ്റബോധമുണ്ട്. ഇപ്പോൾ സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കുറ്റബോധം പേറി ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ ജീവിച്ച് തീർക്കേണ്ടി വരും. കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നുണകൾ പറയേണ്ടി വന്നു. എന്നെ അത്രയും ഇഷ്ടപ്പെട്ട, എന്നെ അത്രയും സ്നേഹിച്ച, എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്നുണ്ടായത്. പലപ്പോഴും ഞാനിപ്പം എൻ്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോടെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എനിക്കിതിനൊന്നും താല്പര്യമില്ല. അതായത് എനിക്ക് നുണ പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും. പക്ഷേ എന്നോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു, ഡൗറി പറയണമെന്ന് പറഞ്ഞു, ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. പലപ്പോഴും എനിക്ക് ആരും ആ ഒരു സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എന്ത് പറയണം, ആരുടെ കൂടെ നിൽക്കണം, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ ആ സമയത്ത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഈ കേസ് മാറി മറയുന്ന ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. ഒരു സുപ്രധാനമായ വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. ബെൽറ്റ് കൊണ്ട് തന്നെ ഭർത്താവ് അടിച്ചിട്ടില്ല, മർദ്ദനം ഏൽപ്പിച്ചിട്ടില്ല, അതുപോലെ തന്നെ സ്ത്രീധനം ചോദിച്ചിട്ടില്ല, ഇതെല്ലാം കള്ളം പറയുകയായിരുന്നു, അതും വീട്ടുകാരുടെ സമ്മർദ്ദത്തിൽ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ യുവതിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ കേസ് ഇപ്പോൾ പോകുന്നത്? എന്തായാലും ഈ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം. ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടി തന്നെ വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നു. അത് സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ ഈ പെൺകുട്ടിയുടെ അതായത് വരനായിട്ടുള്ള രാഹുലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ തന്നെ മാധ്യമങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ വളരെയേറെ ഗൗരവകരമായ വെളിപ്പെടുത്തലുകളാണ്. പ്രത്യേകിച്ച് ഏറെ ഗൗരവകരമായ കേസായിരുന്നു ഇത്. കേരളം മുഴുവൻ ചർച്ച ചെയ്തു. കാരണം പന്തീരങ്കാവ് ഗാർഹിക പീഡനം പോലൊരു സംഭവം അതിനി ആവർത്തിക്കരുത് എന്നൊരു നിർബന്ധ ബുദ്ധി ഓരോ മലയാളിയെ സംബന്ധിച്ചുമുണ്ടായിരുന്നു. ഇപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് മാധ്യമങ്ങളോടും പോലീസുകാരോടും എല്ലാം താൻ നുണ പറയുകയായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിന്റെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് താൻ നുണ പറഞ്ഞത്. അതായത് ഞങ്ങൾ തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ട്. ആ തർക്കം കൂടാതെ സ്വാഭാവികമായിട്ടും ഈ തർക്കത്തിന് പുറമെ തന്നെ രാഹുലേട്ടൻ അടിച്ചിട്ടുണ്ട് എന്ന് ആ കുട്ടി പറയുകയാണ്. രാഹുൽ അടിച്ചിട്ടുണ്ട്, എന്നാൽ തന്റെ ബെൽറ്റ് കൊണ്ട് കഴുത്ത് മുറുക്കിയിട്ടില്ല, ബെൽറ്റ് കൊണ്ട് അടിച്ചിട്ടില്ല, സ്ത്രീധനം ചോദിച്ച് മർദ്ദിച്ചിട്ടില്ല എന്നാണ് ആ പെൺകുട്ടി ഇപ്പോൾ പറയുന്നത്. ഈ ഇങ്ങനെയൊരു വെളിപ്പെടുത്തലിന്റെ സാഹചര്യം എന്താണ് എന്നുള്ളത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അത് ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിൽ അന്വേഷണ സംഘം അടക്കം ഇത് പരിശോധിക്കുമായിരിക്കും. രാഹുലിനെ കുറിച്ച് കുറേയേറെ നുണകൾ പറയേണ്ടി വന്നു. തന്നെ സ്നേഹിച്ച ഭർത്താവാണ് രാഹുൽ. കേസിന് ബലം കിട്ടിക്കോട്ടെ എന്നുകൊണ്ട് പറഞ്ഞതാണ് പല കാര്യങ്ങളും. തന്റെ അഭിഭാഷകൻ ഉൾപ്പെടെ പറഞ്ഞത് പ്രകാരമാണ് പല കാര്യങ്ങളും പറഞ്ഞത് എന്ന് ആ പെൺകുട്ടി ആരോപിക്കുന്നു. തല്ലി എന്ന കാര്യം ശരിയാണ്. തല്ലിയതിന്റെ സങ്കടത്തിൽ താൻ ബാത്റൂമിൽ പോയപ്പോൾ അവിടെ വീണു, അങ്ങനെ ഉണ്ടായതാണ് പരിക്ക്. രാഹുലിനോട് താൻ മാപ്പ് പറയുന്നു എന്ന് ആ പെൺകുട്ടി പറയുന്നു. രാഹുൽ തന്നെ മർദ്ദിച്ചിട്ടില്ല, ബെൽറ്റ് കൊണ്ടടിച്ചിട്ടില്ല, സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല. രാഹുലിനെതിരെ ആരോപണങ്ങൾ പറഞ്ഞത് വീട്ടുകാരുടെ സമ്മർദ്ദത്താലാണ്. നേരത്തെ മറ്റൊരു വിവാഹം രജിസ്റ്റർ ചെയ്ത കാര്യം രാഹുൽ തന്നോട് പറഞ്ഞിരുന്നു എന്നും ഈ പെൺകുട്ടി വ്യക്തമാക്കുകയാണ്. എന്തായാലും ഈ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ വലിയൊരു ട്വിസ്റ്റാണ് ഈ കേസിലുണ്ടായിരിക്കുന്നത്. ഈ കേസിന്റെ മുന്നോട്ടുള്ള നീക്കത്തെ പോലും വലിയ തോതിൽ ബാധിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്.
റിയാസ്, ഈ യുവതി വെളിപ്പെടുത്തതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഇനി ഈ കേസ് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക? കാരണം ഈ രാഹുലിനെ ഈ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഊർജിതമായി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടല്ലോ. എന്തായാലും ഇത്തരം കേസുകളിൽ ഇരയുടെ വാക്കുകൾ തന്നെയാണ് ഏറെ പ്രസക്തമായ ഒരു കാര്യം എന്നുള്ളത്. കാരണം ആ ഇരയുടെ വാക്കുകളാണ് കേസിന് ബലം നൽകുന്നതും ആ കേസ് ദുർബലമാക്കുന്നതുമായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. നേരത്തെ ഈ കേസിൽ തന്റെ ഭർത്താവ് തന്നെ ബെൽറ്റ് കൊണ്ടടിക്കുന്നു, കഴുത്ത് ഞെരിച്ചു മർദ്ദിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തോടും മാധ്യമങ്ങളോടും എല്ലാം തന്നെ പെൺകുട്ടിയും പെൺകുട്ടിയുടെ കുടുംബവും എല്ലാം തന്നെ വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്. അത് മാത്രമല്ല ഇതിലൊരു രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉൾപ്പെടെ ഈ കേസിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടരുത് എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെല്ലാം തന്നെ അത് വലിയ വാർത്തയാക്കുകയും സമൂഹം ഈ പെൺകുട്ടിക്ക് പിന്തുണയുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് ആ പെൺകുട്ടി തിരുത്താൻ തയ്യാറായിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമല്ല. ആ പെൺകുട്ടി പറയുന്നുണ്ട് തന്റെ മനസ്സ് വല്ലാതെ കുറ്റബോധം കൊണ്ട് അതുകൊണ്ടാണ് തന്നെ ഇത്തരമൊരു കാര്യവുമായി നിങ്ങളുടെ മുൻപിൽ എത്തുന്നത്. രാഹുലിനോട് മാപ്പ് പറയുന്നു, തനിക്ക് പറ്റിയ ഒരുപാട് കള്ളങ്ങൾ പറയേണ്ടി വന്നു എന്നുള്ള കാര്യമെല്ലാം പെൺകുട്ടി പറയുന്നുണ്ട്. എങ്കിൽ കൂടിയും അതിനുള്ള സാഹചര്യം എന്താണ് ഈ പെൺകുട്ടി അതിലേക്ക് നയിച്ചത്? ഈ പെൺകുട്ടി സ്വാധീനിക്കപ്പെട്ടോ അല്ല സ്വമേധയാ മനസ്സ് തുറന്ന് പറഞ്ഞതാണോ ഇക്കാര്യങ്ങൾ എന്നുള്ളതെല്ലാം വരുന്ന ദിവസങ്ങളിൽ ഉള്ള അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അതുതന്നെയാണ്, അതായത് എന്തെങ്കിലും സമ്മർദ്ദത്തിൽ വഴങ്ങി ഈ യുവതി ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്തിയതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പന്തീരങ്കാവ് കേസിൽ ഒരു ട്വിസ്റ്റ് നടന്നിരിക്കുന്നു. വെളിപ്പെടുത്തലുമായി യുവതി രംഗത്ത് വന്നിരിക്കുന്നു. താൻ പറഞ്ഞതൊക്കെ കള്ളമാണെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് കുടുംബത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്നും യുവതി പറയുന്നുണ്ട്. ആ വീഡിയോ ആണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്. രാഹുൽ തന്നെ മർദ്ദിച്ചിട്ടില്ലെന്നും ബെൽറ്റ് കൊണ്ട് അടിച്ചിട്ടില്ലെന്നും എന്നുള്ള തരത്തിലൊക്കെ ഇപ്പോൾ തിരുത്തി പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്.